ഹായ് എവരി വൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് സെം MSc മാത്തമാറ്റിക്സിൻ്റെ മെഷർ തിയറി എന്നുള്ള പേപ്പറിലൊരു തിയറാണ്. തിയറം 15, ദ കണ്ടിന്യൂറ്റി ഓഫ് മെഷർ. ദ കണ്ടിന്യൂറ്റി ഓഫ് മെഷർ എന്നുള്ള തിയറം പറയുന്നതാണ്, ലെബേക്ക് മെഷർ പോസസ് ദ ഫോളോവിങ് കണ്ടിന്യൂറ്റി പ്രോപ്പർട്ടീസ്. അതായത് ലെബേക്ക് മെഷർ the following continuity properties satisfy ചെയ്യും. ഒന്നാമത്തെ പറയുന്നത്, if AK equal to 1 to infinity is an ascending collection of measurable sets. ഇപ്പോൾ A1, A2, A3 എക്സെട്ര എന്നുള്ളത് ഒരു അസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് ആണെങ്കിൽ, അതായത് A1 സബ്സെറ്റ്, A2 സബ്സെറ്റ്, A3 സബ്സെറ്റ് എക്സെട്ര എന്ന രൂപത്തിലാണെങ്കിൽ, then measure of union AK is equal to limit measure of AK. രണ്ടാമത് പറയുന്നത്, ഇഫ് BK ഈസ് എ ഡിസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ്. BK എന്നുള്ള ഡിസെൻഡിങ് കളക്ഷൻ ആണെങ്കിൽ, അതായത് B1 സൂപ്പർ സെറ്റ്, B2 സൂപ്പർ സെറ്റ്, B3 സൂപ്പർ സെറ്റ് എക്സെട്ര എന്നുള്ള രൂപത്തിൽ വരികയാണെങ്കിൽ, ആൻഡ് മെഷർ ഓഫ് B1 ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി, അതിൽ ഏറ്റവും വലുതിനെ മെഷർ ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുകയും കൂടി ചെയ്താൽ, ദെൻ measure of intersection BK is equal to limit of BK. അത് അസെൻഡിങ് ആണെങ്കിൽ യൂണിയന്റെ മെഷർ ലിമിറ്റ് ഓഫ് മെഷർ എക്കോട് ഈക്വൽ ആണ്. ഡിസെൻഡിങ് ആണെങ്കിൽ ഇന്റർസെക്ഷന്റെ മെഷർ ലിമിറ്റ് ഓഫ് മെഷർ ഓഫ് BK ഈക്വൽ ആണ്. അത്ര പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് അസെൻഡിങ്, എന്താ ഡിസെൻഡിങ് നോക്കാം. എ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് സെറ്റ്സ് EK is said to be ascending provided for each K, EK is a subset of EK plus 1. That is, E1 subset, E2 subset, E3 subset etc. subset EK subset etc. ഇതിനാണ് നമ്മൾ അസെൻഡിങ് കളക്ഷൻ എന്ന് പറയാം. ഒരു സെറ്റ് അതിന് പുറത്ത് അടുത്ത സെറ്റ് ആ രൂപത്തിൽ വരുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഏറ്റവും ചെറിയ സെറ്റ് E1, അതിന് പുറത്തുള്ളത് E2, അതിന് പുറത്ത് E3, E4, E5, ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, അസെൻഡിങ് കളക്ഷൻ എന്ന് പറയാം. ഇനി എന്താ ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, ഏറ്റവും ഔട്ടർ ഉള്ളത് E1, അതിനുള്ളിലുള്ളത് E2, E3, E4 ആണ്. ഇത് ഡിസെൻഡിങ്. ഇതാണ് ഇപ്പോൾ നമ്മളെ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും. അസെൻഡിങ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ E1 അതിലും വലുത് E2, അതിനേക്കാൾ വലുത് E3 അങ്ങനെ വരുന്നത്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് E1, അതിൻ്റെ ഉള്ളിൽ E2, അതിൻ്റെ ഉള്ളിൽ E3, അതിൻ്റെ ഉള്ളിൽ E4 അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് മെഷർ ഓഫ് ദ യൂണിയൻ. ആദ്യത്തെ നമ്മൾ പ്രൂവ് ചെയ്യണത് അസെൻഡിങ് സീക്വൻസ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് യൂണിയൻ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് മെഷർ ഓഫ് AK എന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ for the first, if there is an index K0 എന്നുള്ളൊരു ഇൻഡെക്സ് എടുക്കുകയാണ്, for which measure of K0 is equal to infinity. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് K0 എന്നുള്ളത്, അതായത് ഒരു K0 എന്നുള്ളൊരു സെറ്റ് ഉണ്ട്, അതിൻ്റെ മെഷർ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്ന്, is equal to infinity. K0ന്റെ മെഷർ ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ if K0 is a subset of EK, K0 എന്നുള്ളത് EKയുടെ സബ്സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, മെഷർ ഓഫ് EK is also equal to infinity എന്ന് പറയാലോ. കാരണം എന്തുകൊണ്ടാ, ഇതിന്റെ മെഷർ, ചെറുതിന്റെ മെഷർ തന്നെ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതിലും വലുതിന്റെ മെഷർ എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, therefore if measure of K0 equal to infinity, then measure of EK is equal to infinity for every K greater than or equal to K0.
കെ നോട്ടോ അതിനേക്കാൾ വലിയ ഏത് കെ എടുത്താലും മെഷർ ഓഫ് ഇക്ക് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ആൻഡ് സിമിലർലി നമുക്കറിയാം ഇ കെ നോട്ട് is a subset of union k equal to 1 to infinity ek. യൂണിയന്റെ സബ്സെറ്റ് ആണ് ഒരു സെറ്റ്, ഒരു എലമെന്റ് എന്നുള്ളത് യൂണിയന്റെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടു പുറത്ത് നമ്മൾ മെഷർ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മെഷർ ഓഫ് ഇ കെ നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് യൂണിയൻ ഇ കെ എന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പൊ ഇത് ഇൻഫിനിറ്റി ആണ്, അപ്പൊ ഇതും എന്തായിരിക്കും? ഇൻഫിനിറ്റിയേക്കാൾ വലുത് ഇൻഫിനിറ്റി. സോ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഇൻഇക്വാലിറ്റി, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇൻഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡ് ഇൻഫിനിറ്റി ആണ്. ഈ റൈറ്റ് സൈഡ് എന്താ? ദാറ്റ് ഈസ് ലിമിറ്റ് ഓഫ് മെഷർ ഓഫ് എ കെ. മെഷർ ഓഫ് ഇ കെയുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ കെ എന്ന സെറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് മെഷർ. അപ്പൊ ഇതെന്താവും? ലിമിറ്റ് ഓഫ് ഇൻഫിനിറ്റി. ലിമിറ്റ് ഓഫ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ഹെൻസ് ഓഫ് ദ ഫസ്റ്റ് പാർട്ട് നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു? ഇഫ് ദർ എക്സിസ്റ്റ് കെ നോട്ട് എന്ന ഒരു സെറ്റ് ഉണ്ടാവണം വിത്ത് മെഷർ ഓഫ് എ കെ നോട്ട് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എ കെ നോട്ടിന്റെ മെഷർ ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് അവിടുന്ന് പറയാൻ പറ്റും എ, ഇത് ഇ ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല, ഇനി വേണമെങ്കിൽ എ ആക്കാം, കുഴപ്പമൊന്നുമില്ല. എ കെ നോട്ട് is a subset of union AK. Therefore, measure of AK naught is less than or equal to measure of union AK എന്ന് പറയാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് റൈറ്റ് സൈഡ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞത്. If there is an index K naught for which measure of AK naught equal to infinity, then by the monotonicity of measure of union എ കെ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇനി നമുക്കറിയാം എ കെ നോട്ടിന്റെ മെഷർ ഇൻഫിനിറ്റി ആണെങ്കിൽ കെ നോട്ടിനേക്കാൾ വലിയ ഏത് കെ എടുത്താലും മെഷർ ഓഫ് എ കെ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. കാരണം നമുക്കറിയാം എ കെ നോട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് എ കെ. ദർഫോർ ഇതിന്റെ മെഷർ ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതിന്റെ മെഷർ എന്താവും? ഇൻഫിനിറ്റി ആവും. സോ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് ഇൻഫിനിറ്റി ആയ നമ്മളെ ആ കേസ് പ്രൂവ് ആയി. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഇറ്റ് റിമെയിൻസ് ടു കൺസിഡർ ദ കേസ് ദാറ്റ് മെഷർ ഓഫ് എ കെ ലെസ് ദാൻ ഇൻഫിനിറ്റി ഫോർ ഓൾ കെ. അതായത് എല്ലാ സെറ്റിന്റെയും മെഷർ ലെസ് ദാൻ ഇൻഫിനിറ്റി എടുത്തു. ഓക്കെ, therefore measure of AK is less than infinity for every k. ഈ കൺസെപ്റ്റ് നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. നമുക്കുള്ളത് A1 മുതലുള്ള സെറ്റുകളേ ഉള്ളൂ. A0 എന്നുള്ള സെറ്റ് ഡിഫൈൻ ചെയ്യാം. A0 എന്ന് പറഞ്ഞാൽ 5. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് A0 എന്താ വരിക? മെഷർ ഓഫ് 5 ഈസ് 0. അപ്പോൾ ഇതൊന്ന് ഓർത്തേക്കണം. മെഷർ ഓഫ് A0 എത്രയാണ്? 0 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാണ്. സെറ്റിന്റെ പേരാണ് CK. C1, C2, C3 എന്നുള്ള ഒരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാണ്. such that CK is equal to AK minus AK minus 1. അപ്പോൾ അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മളെടുത്തു. ഇതിൽ ഏറ്റവും ഉള്ളിലുള്ളതാണ് A1. ആ A1നെ നമ്മൾ പറഞ്ഞ പേരാണ് ദാറ്റ് ഈസ് C1 is equal to A1 minus A0. A0 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ A1 മൈനസ് A0 എന്ന് പറഞ്ഞാൽ എന്താവും? A1 വരും. അപ്പോൾ ഈ ഉള്ളിലുള്ള നമ്മൾ പേര് കൊടുത്തു C1. ഓക്കെ, ദെൻ വാട്ട് ഈസ് C2? C2 is equal to A2 മൈനസ് A1. A2ൽ നിന്ന് A1 ഒഴിവാക്കി, അതായത് ഈ പോർഷൻ. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് C2. സിമിലർലി C3 is equal to എന്തുണ്ടാവും? A3 മൈനസ് A2 എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ, ഈ ബ്ലൂ കളറിൽ വരുന്ന ഈ പോർഷൻ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്
C3. അപ്പോൾ ഇത് C4, ഇത് C5 എക്സെട്ര അങ്ങനെ പോകും. സോ വി ഗെറ്റ് എ കളക്ഷൻ CK. CK എന്നുള്ളൊരു കളക്ഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. വേർ CK is equal to AK minus AK-1. അങ്ങനെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തു. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന് യൂണിയൻ എടുത്താൽ മൊത്തം എന്താ ഉണ്ടാവുക? ഈ C1 യൂണിയൻ C2 യൂണിയൻ C3 യൂണിയൻ C4 യൂണിയൻ C5 എടുത്താൽ മൊത്തം കിട്ടില്ലേ? അതായത് യൂണിയൻ AKയോട് ഈക്വൽ ആണല്ലോ. Therefore we can say union K equal to 1 to infinity CK is equal to union K equal to 1 to infinity AK. അപ്പോൾ CK എന്നുള്ളത് ഡിസ്ജോയിന്റ് കളക്ഷൻ ആണ്. C1 എന്ന് പറഞ്ഞാൽ ഉള്ളത്തെ ഏരിയ മാത്രമേ ഉള്ളൂ. C2 എന്ന് പറഞ്ഞാൽ ഇതിന് പുറത്തുള്ള ഈ ഗ്രീൻ കളറിൽ വരണം മാത്രം C2. C3 എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്ത്. C4 അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഡിസ്ജോയിന്റ് ആണ്. അപ്പോൾ CK എന്നുള്ളത് ഡിസ്ജോയിന്റ് കളക്ഷൻ ആണ്. ആൻഡ് ദയർ യൂണിയൻ, ദ യൂണിയൻ ഓഫ് CK is equal to യൂണിയൻ AK എന്ന് പറയാൻ പറ്റും. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. സോ we define CK is equal to AK minus AK-1 for each K greater than 1. Then by the construction, since the sequence AK K equal to 1 to infinity is ascending, AK K equal to 1 to infinity എന്നുള്ളത് ascending ആയതുകൊണ്ട് CK is disjoint. CK disjoint ആയിരിക്കും. And union AK is equal to union CK. ഇപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ കൊടുത്തത് എങ്ങനെ ഡിഫൈൻ ചെയ്തു പറഞ്ഞു? C1 എന്ന് പറഞ്ഞാൽ A1, C2 പറഞ്ഞാൽ A2 മൈനസ് A1, C3 എന്ന് പറഞ്ഞാൽ A3 മൈനസ് A2. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ C1 C2 C3 ഒക്കെ ഡിസ്ജോയിന്റ് ആണ്. അതിൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂണിയൻ AKയോട് ഈക്വൽ ആണ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ രണ്ട് പുറത്തും മെഷർ എടുത്തു. അപ്പോൾ മെഷർ ഓഫ് യൂണിയൻ K ഈക്വൽ ടു 1 to infinity AK is equal to measure of union K equal to 1 to infinity CK പറയാൻ കാരണം യൂണിയൻ AKയും യൂണിയൻ CKയും ഈക്വൽ ആണ്. ഇവിടെ ഈ യൂണിയൻ K equal to 1 to infinity CK എന്നത് ഡിസ്ജോയിന്റ് കളക്ഷന്റെ യൂണിയൻ ആണ്. അപ്പോൾ നമ്മളെ കൗണ്ടബിളി അഡിറ്റീവ് ആണ് നമ്മൾ വരുന്നത്. ഔട്ടർ മെഷർ ഈസ് Lebesgue measure is countably additive if the collection is disjoint. Then അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് മാറ്റി എഴുതാം. ഈ സ്റ്റെപ്പിന് നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു സിഗ്മ K ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് CK എന്ന് പറയാം. ബിക്കോസ് CK ഈസ് ഡിസ്ജോയിന്റ്. CK ഡിസ്ജോയിന്റ് ആണ്ട് അങ്ങനെ പറയാൻ പറ്റി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ CKക്ക് പകരം CK പറഞ്ഞാ AK-1 കൊടുത്തു. സോ സിഗ്മ K ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് AK മൈനസ് മെഷർ ഓഫ് AK-1. അപ്പോൾ നമുക്കറിയാം എല്ലാ AKകളും മെഷറബിൾ ആണ്. അതേപോലെ ഇതൊരു അസെൻഡിങ് സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സിക്യൂഷൻ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് മെഷർ ഓഫ് O മൈനസ് E ഇസ് ഈക്വൽ ടു മെഷർ ഓഫ് O മൈനസ് മെഷർ ഓഫ് E. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സിഗ്മയ്ക്ക് അകത്ത് കൊടുക്കുകയാണ്. സോ വി ഗെറ്റ് മെഷർ സിഗ്മ K ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് AK-1 നമുക്ക് എന്ത് എഴുതാം? സിഗ്മ K ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് AK മൈനസ് മെഷർ ഓഫ് AK-1 എഴുതി. നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് പുറത്ത് ഇത് എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ 1 to infinity എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കുക? ഇത് സിഗ്മ 1 K is equal to 1 to n ആക്കാണ്. അപ്പോൾ n എന്തുണ്ടാവും? ലിമിറ്റ് n tends to infinity. അപ്പോൾ ലിമിറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻഫിനിറ്റി എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ n കൊടുത്തു. എന്നിട്ട് n tends to infinity കൊടുത്തു. അപ്പോൾ ലിമിറ്റ് n tends to infinity സിഗ്മ K equal to 1 to n മെഷർ ഓഫ് AK മൈനസ് മെഷർ ഓഫ് AK-1 എന്ന് അറിയാം. നമുക്ക് എന്ത് ചെയ്യാം? മെഷർ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity മെഷർ ഓഫ് AN അല്ലേ? Kക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? മെഷർ ഓഫ് ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഇതെന്തായി മാറും? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വെട്ടിപ്പോവും. മെഷർ ഓഫ് A1 മൈനസ് മെഷർ ഓഫ് A0
പ്ലസ് മെഷർ ഓഫ് അങ്ങനെ വരും. ഇത് സ്റ്റെപ്പ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഈ സ്റ്റെപ്പ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ലിമിറ്റ് n tends to infinity sigma k equal to 1 to n measure of ak minus measure of ak minus 1 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് n tends to infinity ഇവിടെ കടന്നു. ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? മെഷർ ഓഫ് a1 മൈനസ് മെഷർ ഓഫ് a0 പ്ലസ് മെഷർ ഓഫ് a2 minus measure of a1 plus measure of a3 minus measure of a2. അപ്പോൾ ഇവിടെ ഉണ്ടാവും പ്ലസ് മെഷർ ഓഫ് a2 മൈനസ് മെഷർ ഓഫ് a2 വെട്ടിപ്പോയി, പ്ലസ് മെഷർ ഓഫ് a1 മൈനസ് മെഷർ ഓഫ് a1 വെട്ടിപ്പോയി, അങ്ങനെ പോയി. ഇപ്പോൾ ലാസ്റ്റ് ഏതുണ്ടാവും? മെഷർ ഓഫ് an ഉണ്ടാവും മൈനസ് മെഷർ ഓഫ് a0 ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യുക? അത് കൊടുക്കുക. സോ വി ഗെറ്റ് ലിമിറ്റ് n tends to infinity മെഷർ ഓഫ് an മൈനസ് മെഷർ ഓഫ് a0 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ മെഷർ ഓഫ് a0 0 ആണ്, ലിമിറ്റ് കൊടുക്കണ്ട. മെഷർ ഓഫ് a0 is equal to 0 ആണ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity മെഷർ ഓഫ് an. ഇവിടെ n-ന് മാറ്റിയിട്ട് വേണമെങ്കിൽ എന്താക്കാം? k കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് k tends to infinity മെഷർ ഓഫ് ak. അതാണ് ഈ ലെഫ്റ്റ് സൈഡ് വരാം. സോറി, RHS നമുക്ക് കിട്ടി. LHS എന്താണ്? LHS മെഷർ ഓഫ് യൂണിയൻ k ഈക്വൽ ടു 1 to infinity ak എന്നാണ്. അപ്പോൾ രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് മെഷർ ഓഫ് യൂണിയൻ k ഈക്വൽ ടു 1 to infinity ak is equal to ലിമിറ്റ് n tends to infinity മെഷർ ഓഫ് an. അല്ലെ, നമ്മൾ തീറത്തിൻ്റെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് എന്ത് ചെയ്യുക? ഈ n മാറ്റിയിട്ട് എന്ത് കൊടുക്കുക? k കൊടുക്കുക. സോ വി ഗെറ്റ് ദ ആൻസർ. ഇതാണ് നമ്മൾ ഫസ്റ്റ് കേസ്. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ പ്രൂവ് ചെയ്യണത് രണ്ട് തരത്തിലാണ്. ഏതെങ്കിലും ആദ്യത്തെ കേസ് നമ്മൾ എടുത്തു, ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ മെഷർ എന്ത് ആവുകയാണ്? ഇൻഫിനിറ്റി ആവുകയാണ്. ഒരു സെറ്റിൻ്റെ മെഷർ ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ യൂണിയൻ്റെ മെഷർ ഇൻഫിനിറ്റി ആവും. കാരണം അങ്ങനെ മുകളിൽ വെച്ച് വരാം. ചെറുത് അതിന് മുകളിൽ വലുത്, അതിന് മുകളിൽ വലുത്, അതിന് മുകളിൽ വലുതാണ്. അപ്പോൾ ഒരു സെറ്റിൻ്റെ മെഷർ ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന് മുകളിലേക്കുള്ള എല്ലാത്തിൻ്റെയും മെഷർ ഇൻഫിനിറ്റി ആവും. അപ്പോൾ യൂണിയൻ്റെ മെഷർ ഇൻഫിനിറ്റി എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇൻഫിനിറ്റി കിട്ടും. റൈറ്റ് സൈഡ് നമുക്ക് പറയാം ഓരോ സെറ്റിൻ്റെ മെഷർ കൂടി വരികയാണ്. അപ്പോൾ k0ൻ്റെ മെഷർ k0ൻ്റെ മെഷർ ഇൻഫിനിറ്റി ആണെന്ന് വെച്ചാൽ അതിനേക്കാൾ മുകളിലുള്ള ഏത് ak എടുത്താലും അതിൻ്റെ മെഷർ എന്ത് കിട്ടും? ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ ലിമിറ്റിൻ്റെ മെഷറും ഇൻഫിനിറ്റി. അപ്പോൾ കേസ് പ്രൂവ് ആയി. രണ്ടാമത് എന്തെടുത്തു? എല്ലാ സെറ്റിൻ്റെയും മെഷർ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്, ഫൈനൈറ്റ് ആണെന്ന് എടുത്തു. അപ്പോൾ a0 എന്നുള്ളത് 5 എന്നെടുത്തു. പിന്നെ നമ്മൾ ck എന്നുള്ള സെറ്റ് ഡിഫൈൻ ചെയ്യാണ് ak മൈനസ് 1. അതങ്ങനെ നമ്മളിവിടെ പറഞ്ഞു എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ c1 c2 c3 ഒക്കെ കിട്ടുന്നത് എല്ലാം ഡിസ്ജോയിൻ്റ് ആണ്. ഇതിൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ akയുടെ യൂണിയനോട് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ അത് അഡിറ്റിവിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു? LHS എടുത്തു. മെഷർ ഓഫ് യൂണിയൻ k ഈക്വൽ ടു 1 to infinity ak. യൂണിയൻ akയും യൂണിയൻ ckയും ഈക്വൽ ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു മെഷർ ഓഫ് യൂണിയൻ ck എന്ന് എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഔട്ടർ മെഷറാണ്, ഇത് എന്താണ്? ലെബേക്ക് മെഷറാണ്. ck ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് കൗണ്ടബിളി അഡിറ്റിവിറ്റി കൊടുക്കാം. കൗണ്ടബിളി അഡിറ്റിവിറ്റി പ്രകാരം സിഗ്മ k ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് ck എഴുതാം. ckക്ക് പകരം കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിൽ ആ സിഗ്മയ്ക്ക് ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സെഷൻ പ്രോപ്പർട്ടി കൊടുക്കുക. അതായത് മെഷർ ഓഫ് o മൈനസ് e ഈക്വൽ ടു മെഷർ ഓഫ് o മൈനസ് മെഷർ ഓഫ് e കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക? അതൊന്ന് റൈറ്റ് സൈഡിൽ k ഈക്വൽ ടു 1 to infinity ഉള്ളത് മാറ്റിയിട്ട് ലിമിറ്റ് n tends to infinity ലിമിറ്റ് സിഗ്മ k ഈക്വൽ ടു 1 to n എന്നാക്കി നമ്മളവിടെ ബ്രാക്കറ്റിൽ ഒന്ന് സോൾവ് ചെയ്തു. അപ്പോൾ മെഷർ ഓഫ് an മൈനസ് മെഷർ ഓഫ് a0 കിട്ടി. മെഷർ ഓഫ് a0 0 ആയതുകൊണ്ട് വി ഗെറ്റ് ദ ആൻസർ. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിട്ട് dk നമുക്ക് തന്നിട്ട് ഇവിടെ ഒരു ഡിസെൻഡിങ് സീക്വൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് ഉള്ളത് bk എന്നുള്ള സീക്വൻസ് തന്നിട്ട് അത് ഡിസെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? dk എന്നൊരു സീക്വൻസ് ഡിഫൈൻ ചെയ്യാം. dk എന്ന് പറഞ്ഞാൽ b1 മൈനസ് bk. അപ്പോൾ നമുക്ക് ആദ്യം ഡിസെൻഡിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇതേ സെറ്റ് തന്നെ നമ്മൾ പരിഗണിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് പരിഗണിക്കുമ്പോൾ
ഡിസെൻഡിങ് സീക്വൻസ് ആണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഡിസെൻഡിങ് സീക്വൻസ് ആണ് ഏറ്റവും വലുത് D1 B1, അപ്പോൾ ഏറ്റവും പുറത്തുള്ളത് B1, അതിനുള്ളിലുള്ളത് B2 B3 B4 B5 എക്സെട്ര അങ്ങനെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, D1 എന്നൊരു സെറ്റ് ഡിഫൈൻ ചെയ്യണം. D1 is equal to B1 minus B1, that is 5. D1 5 എന്ന്. ഇനി D2 എന്ന് പറഞ്ഞാൽ that is B1 minus B2. അപ്പോൾ ഇത് B1, അതിൻ്റെ ഉള്ളിൽ B2. അപ്പോൾ ഇത് തമ്മിൽ കുറച്ച ഈ ഭാഗം അത് നമ്മൾ പറഞ്ഞ പേരാണ് D2. അപ്പോൾ D1 എന്ന് പറഞ്ഞാൽ അതിന് പുറത്താണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ എന്ത് പേര് കൊടുത്തു, D2 എന്ന് പേര് കൊടുത്തു, D2. അടുത്തത് ഇതേപോലെ D3 പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഈക്വൽ ടു B1 മൈനസ് B3 എന്ന് പറഞ്ഞാൽ B1 നിന്ന് B3 ഒഴിവാക്കിയത്. B1 നിന്ന് B3 ഒഴിവാക്കിയത് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3 മോഷൻസ്. രണ്ടെണ്ണം കൂടി തരും, ഇതാണ് വരിക. ഓക്കെ, ഇത്രയാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും D1 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ, അത് ആരുടെ സബ്സെറ്റാ, D2ന്റെ സബ്സെറ്റ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി D2 പറഞ്ഞാൽ ഈ യെല്ലോ കളറിൽ കാണുന്ന ഈ പോർഷൻ മാത്രമായിരുന്നു, ഇത് മാത്രമാണ് D2, ഇതാണ് D2. പക്ഷെ D1 എന്ന് പറഞ്ഞാലോ ഈ രണ്ട് സർക്കിൾ കൂടിയതാണ് D3. അപ്പോൾ നമുക്ക് പറയാം D1 is equal to 5 is a subset of D2. അപ്പോൾ അതിലും വലുതാണ് D3. ഇനി എന്ത് ചെയ്യുക, D4 ഡിഫൈൻ ചെയ്യുക. D4 എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, B1 മൈനസ് D4 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു B1 മൈനസ് B4. B1 നിന്ന്, അതായത് ഏറ്റവും പുറത്തുള്ള ഈ വലുപ്പത്തിൽ നിന്ന് ആരെ ഒഴിവാക്കുക, ഈ പോർഷൻ ഒഴിവാക്കുക. ഇത്രയും ഒഴിവാക്കി നമുക്ക് എന്ത് കിട്ടും, ഇത്രയും പോർഷൻ കിട്ടും. അതാണ് എന്ത് D4. അപ്പോൾ അത് D3നേക്കാട്ടിലും വലുതാണ്. സോ വി ഗെറ്റ് എ സീക്വൻസ് സോ നമ്മൾ എന്തെടുത്തു, D1 is equal to B1 minus B1 എന്നെടുത്തു, അത് 5 ആണ്. D2 എന്ന് പറഞ്ഞാൽ B1 minus B2 അല്ലേ, therefore D1 is a subset of D2 എന്ന് എഴുതാൻ പറ്റും. D3 എന്ന് പറഞ്ഞാൽ B1 minus B3 ആണ്, which implies D2 is a subset of D3 എന്ന് പറയാൻ പറ്റും. Similarly we get D1 subset, D2 subset, D3 subset etc. പിന്നെ തന്നെ വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും വലുതിൻ്റെ മെഷർ നമുക്ക് പിക്ചർ എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് അസംഷൻ പ്രകാരം എല്ലാ സെറ്റിൻ്റെ B1ന്റെ മെഷർ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. ഗിവൺ ദാറ്റ് മെഷർ ഓഫ് B1 ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി തന്നിട്ടുണ്ട്. അതായത് ഏറ്റവും വലിയ സെറ്റിന്റെ മെഷർ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ D1ന്റെ മെഷർ, D2ന്റെ മെഷർ, D3യുടെ മെഷർ എല്ലാം എന്തായിരിക്കണം, ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കിട്ടി, വി ഗെറ്റ് ആൻ അസെൻഡിങ് സീക്വൻസ് D1 D2 D3 എക്സെട്ര എന്നുള്ളൊരു അസെൻഡിങ് സീക്വൻസ് കിട്ടി. അതിന്റെ മെഷർ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, സോ വി ഗെറ്റ് എ ഡിസെൻഡിങ് സീക്വൻസ് DK k equal to 1 to infinity. സോറി, ഇറ്റ്സ് ആൻ അസെൻഡിങ് സീക്വൻസ്. B1 ഡിസെൻഡിങ് ആണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, DK എന്ന ഒരു അസെൻഡിങ് സീക്വൻസ് കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെഷർ ഓഫ് യൂണിയൻ K equal to 1 to infinity, DK is equal to limit K tends to infinity, മെഷർ ഓഫ് DK എന്ന് അസെൻഡിങ് സീക്വൻസിന്റെ കേസിൽ നമ്മളിത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് DKക്ക് ട്രൂ ആണെന്ന് പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിമോർഗൻസ് ഐഡന്റിറ്റി കൊടുക്കുകയാണ്. നമ്മൾ സിഗ്മ K equal to 1 to infinity DK എടുത്തു. സിഗ്മ K equal to 1 to infinity DK പറഞ്ഞാൽ സിഗ്മ K equal to 1 to infinity DKക്ക് പകരം എന്ത് കൊടുക്കാം, B1 മൈനസ് BK എന്ന് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, ഇവിടെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം.
ഇപ്പോൾ B1 മൈനസ് BK എൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് ഉണ്ടാവും, എല്ലാറ്റിലും കോമൺ ആയിട്ട് B1 മൈനസ് ഉണ്ടാവും. യൂണിയൻ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്താവും, ഇന്റർസെക്ഷൻ K ഈക്വൽ ടു 1 to infinity BK എന്ന് കിട്ടും. അപ്പോൾ B1 മൈനസ് ഇന്റർസെക്ഷൻ K ഈക്വൽ ടു 1 to infinity BK എന്ന് കിട്ടി. Therefore നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ഓഫ് DK എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് B1 മൈനസ് മെഷർ ഓഫ് BK ആണ്. എല്ലാ BKയുടെയും മെഷർ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയതുകൊണ്ട് മെഷർ ഓഫ് B1 മൈനസ് ഇന്റർസെക്ഷൻ K ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് BK is equal to ഇവിടെ അപ്ലൈ ആണ്. ഇപ്പോൾ ഈ കിട്ടിയ സാധനം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, which is equal to measure of union DK is equal to measure of B1 minus intersection BK എന്ന് പറയാൻ പറ്റില്ല. K ഈക്വൽ ടു 1 to infinity രണ്ടുപേർത്തും മെഷർ എടുത്തു. അപ്പോൾ ഇതിൻ്റെ LHSും ഇതിൻ്റെ LHSും ഈക്വൽ ആയതുകൊണ്ട് RHS ഈക്വൽ എന്ന് പറയാൻ പറ്റും. Therefore ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, which is equal to measure of B1 minus intersection BK. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം, which is equal to measure of B1 minus measure of intersection BK is equal to limit n tends to infinity measure of DK എന്ന് കിട്ടും അല്ലെ. ഇപ്പുറത്തെ സൈഡ് ഒന്നും മാറ്റിയില്ല. ഇനി എന്ത് ചെയ്യുക, ഈ മെഷർ ഓഫ് DK ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. സോ വി ഗെറ്റ് മെഷർ ഓഫ്, നമുക്ക് കിട്ടിയതാണ് മെഷർ ഓഫ് B1 മൈനസ് മെഷർ ഓഫ് ഇന്റർസെക്ഷൻ BK is equal to limit n tends to infinity measure of DK. ഇവിടെ DK ക്ക് കൊടുക്കുക, which is equal to limit n tends to infinity measure of DK പറഞ്ഞാ B1 minus BK. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇത് ഇതിനുള്ളിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഇറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity measure of B1 minus measure of BK എന്ന് പറയാൻ പറ്റും. ഇവിടെ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെഷർ ഓഫ് B1 നമുക്ക് എന്ത് ചെയ്യാം, അത് കോൺസ്റ്റന്റ് ആണ്, ലിമിറ്റിന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്തായി മാറും, which is equal to ഈ ഒരു സ്റ്റെപ്പ് ലിമിറ്റ് ആദ്യത്തേൽ ലിമിറ്റ് പുറത്തേക്ക് എടുക്കാം. മെഷർ ഓഫ് B1 മൈനസ് ലിമിറ്റ് മെഷർ ഓഫ് ലിമിറ്റ് K tends to infinity മെഷർ ഓഫ് BK എന്ന് കിട്ടും. ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മെഷർ ഓഫ് BK ക്യാൻസൽ ചെയ്യുക, മൈനസ് ക്യാൻസൽ ചെയ്യുക. സോ വി ഗെറ്റ് മെഷർ ഓഫ് ഇന്റർസെക്ഷൻ BK is equal to ലിമിറ്റ് ഓഫ് മെഷർ ഓഫ് BK. അതാണ് നമ്മളെ തിയറം പറയണത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലെ മെഷർ ഓഫ് DK നമ്മൾ മെഷർ ഓഫ് B1 മൈനസ് മെഷർ ഓഫ് BK എന്ന് എഴുതി. അപ്പോൾ is equal to measure of B1 minus intersection K equal to 1 to infinity BK is equal to measure of B1 minus measure of BN എന്ന് കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ മെഷർ ഓഫ് B1 മൈനസ് മെഷർ ഓഫ് ഇന്റർസെക്ഷൻ BK is equal to മെഷർ ഓഫ് B1 പുറത്തേക്ക് എടുക്കുക, മൈനസ് ലിമിറ്റ് ഓഫ് മെഷർ ഓഫ് BN എന്നിട്ട് മെഷർ ഓഫ് B1 കട്ട് ചെയ്യുക, മൈനസും ക്യാൻസൽ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസിൽ നമ്മൾ എടുക്കുന്ന കാര്യം, നമ്മൾ ഡിസെൻഡിങ് സീക്വൻസ് ആണ് തരുന്നത്. ആ ഡിസെൻഡിങ് സീക്വൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു അസെൻഡിങ് സീക്വൻസ് ഉണ്ടാവുകയാണ്. ഏറ്റവും വലുത് 5 നമ്മൾ D1 എന്ന് കൊടുത്തു, പിന്നെ ഉള്ളത് നമ്മൾ ആ യെല്ലോ കളറിലുള്ള D2, രണ്ടെണ്ണം കൂടിയത് D3, മൂന്നെണ്ണം കൂടിയത് D4. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു അസെൻഡിങ് സീക്വൻസ് ഉണ്ടാക്കി. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് പാർട്ട് അപ്ലൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് സോൾവ് ചെയ്തു. ഓക്കെ, താങ്ക് യു.